വെൽക്കം ബാക്ക് അഗൈൻ. ഷമിലാരീക്കോടാണ്. അപ്പോൾ നമ്മളിതപ്പോൾ ഉള്ളത് ഡൽഹിയിലാണ് കേട്ടോ. ഡൽഹി നഗരത്തിൽ ഏകദേശം നടുമധ്യ സെൻട്രലായിട്ടുള്ളൊരു ബിൽഡിങ്ങിൻ്റെ ഏറ്റവും ടോപ്പിൽ 5ാം നിലയിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. നമ്മളെ നാട്ടുകാരനും സൈക്ലിസ്റ്റുമായിട്ടുള്ള ഷാഫിഖൻ്റെ റൂമിലാണ് ഉള്ളത്. ഷാഫിഖനെ ഞാൻ പരിചയപ്പെടുത്തി തരാം. അപ്പോൾ നമ്മളെങ്ങനെ ഇവിടെ എത്തി പെട്ടെന്ന് എന്നൊക്കെ നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും. ഇന്നലെ രാത്രി 11 മണിക്കായിരുന്നു കേട്ടോ ആഗ്രയിൽ നിന്ന് നമുക്കുള്ള ട്രെയിൻ 11:50 എടുത്തിട്ട് ഏകദേശം 3:30 ടൈമിനാണ് നമ്മൾ ഡൽഹി സെൻട്രലിലെത്തിയത്, നിസാമുദ്ദീനിലെത്തിയതില്ല. അപ്പോൾ നിസാമുദ്ദീനിന്ന് നേരെ ഊബറിൽ നൈറ്റ് ഇങ്ങോട്ട് വന്നു. ആ വിഷ്വലൊന്നും വല്ലാതെ എടുത്തിട്ടില്ല, കാരണം റെഡ് ഫോർട്ടിൽ നിന്ന് ആഗ്ര ഫോർട്ടിൽ നിന്ന് നേരെ താജ്മഹൽ പോയി. അപ്പോൾ തന്നെ നമ്മളെ ക്യാമറത്തെ ചാർജൊക്കെ കഴിഞ്ഞു. പിന്നെ നല്ല ടയേർഡായിരുന്നു, മുമ്പിൻ്റെ നല്ല ക്ഷീണം ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് രാവിലെ എത്തി, രാവിലെ ഫുഡ് കഴിച്ചിട്ട് അത്തായം കഴിച്ചിട്ട് ഒറ്റ ഉറക്കം ഇറങ്ങിയിട്ട് ഇപ്പോൾ എണീച്ചിട്ടുള്ളൂ. 3-3:30 ആയി. കുളിച്ച് ഫ്രഷായി ഡ്രസ്സും കാര്യങ്ങളൊക്കെ അലക്കിയിട്ടു. ഷാഫിക്ക വർക്കിന് പോയിട്ടുണ്ട്. ഷാഫിക്കൻ്റെ ഒരു ഫ്രണ്ട് പെരിന്തൽമണ്ണല്ല ഫ്രണ്ട് ഉണ്ട്. അതുപോലെ തന്നെ അവരുടെ കൂടെ നോയിഡയിൽ വർക്ക് ചെയ്യുന്ന വേറെ 2 സുഹൃത്തുക്കളുണ്ട്. അങ്ങനെ 4 ആൾ ഇവിടെ ഉണ്ട്. അവരൊക്കെ ഞാൻ പരിചയപ്പെടുത്തി തരാം. അപ്പോൾ ഉബൈദ്, ഞാനും ഉബൈദ് ഇപ്പോൾ മാറ്റി കുട്ടപ്പനായി ചുള്ളന്മാരായിട്ട് തൊപ്പിയൊക്കെ ഇട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഉബൈദൊക്കെയാണ് അത് എന്താ പറയുക, കിഡിലെല്ലാം കുർത്തയൊക്കെ ഇട്ട് ഇറങ്ങിയാണ്. അപ്പോൾ ഞങ്ങൾ നേരെ പോകുന്നത് നേരെ മെട്രോയിൽ കയറണം, എന്നിട്ട് റെഡ് ഫോർട്ട് അതുപോലെ തന്നെ നമ്മുടെ ഡൽഹി ജുമാ മസ്ജിദ് കാര്യങ്ങളൊക്കെ പോകാനുണ്ട്. അപ്പോൾ എന്തായാലും അതിൻ്റെ കാഴ്ചകളിലൂടെ നമുക്ക് യാത്രയാവാം കേട്ടോ. പോയൊക്കെ നമുക്ക്. അപ്പോൾ നമ്മൾ ഡൽഹിയുടെ ഓരോ ഗല്ലിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ പോവാണ് കേട്ടോ. നല്ല ഹൈദരാബാദി ബിരിയാണി, മുറാദാബാദി ബിരിയാണിയൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് അങ്ങോട്ടാ നോക്കണല്ലേ. അതുപോലെ തന്നെ വണ്ടിയിൽ പച്ചക്കറികൾ ഉണ്ട്. ആകെ ഈച്ചയും കൊതുവാണല്ലോ. ഫുള്ള് ഈച്ച ഉണ്ടോ. അപ്പോൾ നമ്മളിതാ മുകളിൽ കണ്ടോ മെട്രോൻ്റെ പാലം പോകുന്നുണ്ട്. അപ്പോൾ നമ്മളെ തൊട്ടടുത്തല്ലേ നിയറസ്റ്റ് മെട്രോ സ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ സുഖ്ദേവ് വിഹാർ എന്ന് പറഞ്ഞിട്ടുള്ള മെട്രോ സ്റ്റേഷനാണ് കേട്ടോ. അപ്പം നമ്മൾ മെട്രോക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മെട്രോയിലെത്തിയിട്ട് അവിടുത്തെ ടിക്കറ്റും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ഹായ്. അപ്പോൾ നമ്മൾ നേരെ അവിടുന്ന് ടിക്കറ്റ് എടുത്തിട്ട് എങ്ങോട്ടാണ് പോണത്? ഇനി നേരെ ഡൽഹി ജുമാ മസ്ജിദ് കേട്ടോ. അപ്പം ഡൽഹി ജുമാ മസ്ജിദിക്ക് ഏത് സ്റ്റേഷനാണെന്നൊക്കെ ഗൂഗിളിൽ നോക്കണം, എന്നിട്ട് അങ്ങോട്ടുള്ള ടിക്കറ്റൊക്കെ എടുക്കണം. നമുക്ക് പോയോക്കാം. ഇതാ സുഖ്ദേവ് വിഹാർ മെട്രോ സ്റ്റേഷൻ. ഇവിടെ സൈക്കിൾ റിക്ഷകൾ വരിക്ക് നിർത്തിയിട്ടിട്ടുണ്ട്. നമുക്ക് കയറി വെക്കാം. ഇപ്പോൾ നമുക്കില്ല മെട്രോ എത്തിയിട്ടുണ്ട് കേട്ടോ. പിങ്ക് ലൈന് തുറക്കടാ. സ്റ്റേഷനില്ല. അപ്പോൾ നമ്മൾ നട്ടം തിരിഞ്ഞൊരു മെട്രോ യാത്ര ഒരു വിധെത്തിയിട്ടുണ്ട്. നട്ടം തിരിഞ്ഞപ്പോൾ സിൽവർ ലൈനും കഴിഞ്ഞ് ഇതേതാ വയലറ്റ് എത്തിയിട്ടുണ്ട് കേട്ടോ. കണ്ടോ, വയലറ്റ് ലൈൻ എത്തിയിട്ടുണ്ട്. കയറി വെക്കാം നമുക്ക്. അപ്പം നമ്മളപ്പുറത്തെ സ്റ്റേഷനിൽ 2-3 വണ്ടി വന്നു പോയി. നമുക്കുള്ള വണ്ടി ഇതാ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ തന്നെ ഇവിടെ നിറച്ച ആൾക്കാർ റെഡി ആയിക്കുന്നുണ്ട്. ആ കിട്ടില്ല സാധനം. അപ്പോൾ നമ്മൾ മാഗ്നറ്റിക് ലൈനിൽ നിന്ന് ഇറങ്ങിയിട്ട് നേരെ വയലറ്റ് ലൈനിലേക്ക് കയറാൻ പോകാം കേട്ടോ. വയലറ്റ് ലൈൻ എത്തി. കമോൺ ഗൈസ്, നമ്മളെ നേരെ മുന്നിൽ ഇതാ വന്ന് തുറന്നിരിക്കുന്നു. വെൽക്കം. അപ്പോൾ ഇപ്പോൾ നമ്മളെ അവസ്ഥ എന്താ വെച്ചാലേ ഡൽഹി മെട്രോത്തെ എല്ലാ വക ലൈനും കയറി, സീബ്ര ലൈൻ വരെ കയറി ഇറങ്ങിയ അവസ്ഥയാണ് ഇപ്പോൾ. അപ്പോൾ പോയിട്ട് തന്നെ പാമ്പിടിച്ച പോലെ നമ്മൾ തുറക്കാൻ വെച്ചാൽ ഡൽഹി മസ്ജിദിക്ക് എത്തൂല്ല, ഇവിടുന്ന് തുറക്കാനായിട്ട് വെള്ളം കിട്ടൂല. ആ കോലത്തിലായി. ഇപ്പോൾ എത്ര ടൈം? 6:25 ആയിട്ടുണ്ട് കേട്ടോ. നമ്മൾ നിൽക്കുന്നതിൻ്റെ അപ്പുറത്ത് കൂടെ ഒക്കെ ട്രെയിൻ അങ്ങനെ വന്ന് പോയി കളിച്ചിട്ടുണ്ട്. നമുക്ക് ട്രെയിൻ വരുന്നില്ല. ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് മറ്റേ എന്ത് ലൈന് പിങ്ക് ലൈന്, സിൽവർ ലൈന്, അതേമാതിരി പലതരം ലൈന് കയറി ഇറങ്ങിയിട്ട് ലാസ്റ്റ് പിങ്ക് ലൈനിൽ എത്തിയിട്ടുണ്ട്.
ഇനി ഇതിൽ ഒരു അരമണിക്കൂറിൻ്റെ യാത്ര ചെയ്താലേ നമുക്ക് നമ്മളെ ഡെസ്റ്റിനേഷനിൽ എത്താൻ പറ്റുള്ളൂ. അപ്പോൾ തന്നെ മിക്കവാറും അരിവാങ്ക് കൊടുക്കും. എന്തായാലും പോയി നോക്കുക. ചിലപ്പോൾ നമ്മളെ ഡൽഹി മെട്രോ ട്രയൽ റൺ എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാനില്ല അല്ലേ, അല്ലാതെ പറയാം. പിന്നെ ഡൽഹി മെട്രോയിൽ മാസ്ക് വേട്ടോ, മാസ്ക് നോക്കിയാൽ ഫസ്റ്റ് ഡൽഹി മെട്രോൻ്റെ ആപ്ലിക്കേഷൻ ഉണ്ട്, 2 ആപ്ലിക്കേഷൻ ഉണ്ട്. അതാ ട്രെയിൻ വരുന്നുണ്ട് നമുക്കില്ലേ. ഇതെന്താ ഒരു ഉണങ്ങിയ ട്രെയിനാണല്ലോ, നല്ല ജീവനുണ്ട്. ഓ ഗൈസ്, മജ്ലിസ് പാർക്ക് ട്രെയിൻ എത്തി. എന്തായാലും കയറി നോക്കട്ടെ നമുക്ക്. അപ്പോൾ ഡൽഹി മെട്രോൻ്റെ ആപ്ലിക്കേഷനൊക്കെ എടുത്ത് വെച്ച് എങ്ങനെ കയറാന്നൊക്കെ പഠിച്ചിട്ട് ഡൽഹിയിൽ മെട്രോയിൽ കയറാൻ വരാം. മറ്റേ അങ്ങോട്ടുമില്ല പറഞ്ഞായിരിക്കും. ആ അപ്പോൾ നട്ടം തിരിഞ്ഞ് ഡൽഹി മെട്രോയിലൊക്കെ ഇറങ്ങി നമ്മളിതാ ഇപ്പം എന്താ ഒരു ഫുഡ് സ്ട്രീറ്റിലെത്തിയിട്ടുണ്ട്. CC മാർക്കറ്റ് എന്നാണ് കേട്ടോ ഇതിൻ്റെ പേര്. അപ്പോൾ നമ്മളിങ്ങനെ വന്നു, നമ്മളെ ഷാഫിഖാനോട് ലൊക്കേഷനും കാര്യങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞിട്ട് ഇങ്ങോട്ട് എത്തിയതാണ്. ഇവിടെ കിട്ടില്ല കുറേ ഫുഡുകളുണ്ട്. അപ്പോൾ എന്തായാലും ഫുഡ് സ്ട്രീറ്റിലെ കാഴ്ചകളാണ് കേട്ടോ, നമുക്കൊന്ന് കണ്ടു നോക്കാം എങ്ങനെ ഉണ്ടാവും. നമ്മളെ നാവിന് പറ്റുന്ന രുചികളാണെന്നുണ്ടെങ്കിൽ നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. നമ്മളെ കഴിഞ്ഞ യാത്രയിൽ അജ്മീറിന് ടേസ്റ്റ് ചെയ്താണ്ട് പുഷ്കറിൽ 3 ദിവസം വയറിളക്കം പിടിച്ച് കറന്ന ഓർമ്മകൾ വീണ്ടും വരുന്നു. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കി നോക്കാം കേട്ടോ എങ്ങനെ ഉണ്ടെന്ന്. അപ്പോൾ ഇതാ ഫുഡിൻ്റെ സെക്ഷൻ കഴിഞ്ഞു. അടുത്തതായിട്ട് നമ്മളെ ഡ്രസ്സ് കാര്യങ്ങളാണ് കേട്ടോ. വീണ്ടും എന്താ ഫുഡ് സെക്ഷൻ എത്തിയിട്ടുണ്ട്. പാനിപൂരി, ഭേൽപൂരി, മസാലപ്പൂരി. അങ്ങോട്ട് പോവുക. അപ്പം നമ്മളെ റൂമിൽ നമ്മളെ കൂടെയുള്ള മലയാളികളെ നമുക്ക് പരിചയപ്പെടുത്തുക. ഓരോരുത്തരായിട്ട് പറയൂ. മസ്റൂർ. ആ സ്ഥലം പെരിന്തൽമണ്ണ. അടുത്ത ആള് ഇർഷാദ് കൊണ്ടോട്ടി. ഇവിടെ എന്താ പരിപാടി? ഇവിടെ പഠിക്കണം നോയിഡലി. ഞാനിവിടെ പഠിക്കാണ്. ഓക്കെ. അടുത്ത ആള് വെൽക്കം ബാക്ക്. വെരി ദുബൈ മാറിന്ന അടുത്ത ടീമിന്. പേര് സിനാൻ. നാട്ടില് മലപ്പുറത്തോടെ. മലപ്പുറത്ത് ജെംസ് കോളേജിന്റെ തൊട്ടടുത്ത്. അപ്പൊ പണ്ട് ചെയ്നി അവിടെ മറ്റേ അടുത്ത് ഈ ചെറിയ കുട്ടി ഉണ്ടല്ലോ ഇവിടെ വലിയ എന്തോ പഠിച്ചാണ് പറയും വലുതായിട്ട് പറയ്. എന്ത് സിനിമ? പിന്നെ നമ്മളെ മലബാർ ഹോട്ടലിന്റെ ഓണർ. നിങ്ങളെ പേര്? മലപ്പുറത്ത് പെരിന്തൽമണ്ണ പൂയക്കാട്ടിരി. ഓക്കെ. അപ്പോൾ നമ്മളെ റാഫിഖാൻ്റെ അവിടുത്തെ വല്ല റൂമിലാട്ടോ. റാഫിഖാൻ്റെ പണിക്കാരൻ ഷാഫിഖാൻ്റെ റൂമിലാണ്. പണിക്കാരൻ മലയാളി എല്ലാവരും നമ്മളെന്നല്ലേ. പിന്നെന്താണ്. അപ്പോൾ നമ്മളെ ഹോട്ടൽ ക്ലോസ് ചെയ്യാൻ കേട്ടോ. മലബാർ ഹോട്ടൽ ബോഡൂരി. അപ്പോൾ ഇതൊക്കെ കസ്റ്റമൈസാ ഫുൾ മലയാളികൾ. ഇതാ ഷാഫിക്ക. ആയി പോലെ പയ്യ ആർക്കാ വിളിച്ചിക്കണേ ഓടി. പിന്നെ നമ്മളെ ഈ ഹോട്ടലിൻ്റെ ലൊക്കേഷൻ ഒന്ന് പറഞ്ഞുതരുമോ? ഞാനും നിങ്ങളൊപ്പം പറഞ്ഞോളി. ഓക്കെ. ലൊക്കേഷൻ നമുക്ക് ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവും. മലയാളി ഹോട്ടലാണ് നമ്മുടെ കേരളത്തിൻ്റെ മലബാർ ഹോട്ടൽ. കേരളത്തിൻ്റെ എല്ലാ ഫുഡും ഓക്കെ. ടൈമിങ് രാവിലെ 8 മണി മുതൽ രാത്രി 10:30 വരെ. ഓക്കെ. അപ്പോൾ എന്തായാലും വരുന്നവരൊക്കെ കേരള ഫുഡ് വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് വരാം. അപ്പോൾ കഴിച്ചോടി വന്നോടി തിന്നോടി. അപ്പോൾ നമ്മൾ ഇന്ന് ഏതായാലും മെട്രോളൊക്കെ ഇറങ്ങി ആകെ കറങ്ങി കാണേണ്ട സ്ഥലമൊന്നും കാണാനും കഴിഞ്ഞിട്ടില്ല, ഓടി എത്തിയിട്ടുമില്ല. അപ്പോൾ നാളെ നമുക്ക് ഇറങ്ങാം. അപ്പോൾ മെട്രോയിൽ കയറി വട്ടത്തൊക്കെ ഇറങ്ങി ഇന്ന് ഓടി എത്തിയിട്ടില്ല. നമുക്ക് അതാ തിരിച്ച് ഷാഫിഖാൻ റൂമൊക്കെ പോവാണ്. ഇവനെ വീഡിയോയിൽ ഞാൻ കാണിച്ചണം എന്നോ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. വട്ട കണ്ണാടി ഇവനെ വട്ടത്തിൽ കാണിക്കണം. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ കൂടെ വൈൻഡപ്പ് ചെയ്യാണ്. നാളെ നമുക്ക് ഡൽഹിയിലെ കുറേ അടിപൊളി കാഴ്ചകളുമായി വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.
ബാഗ്